ചില പെണ്ണുങ്ങളെ, ചില സ്ത്രീകളെ ധാരണ എന്താ? മുടിയൊന്നും കാണാതെ ഒരു മഫ്തയങ്ങിട്ട് ഇങ്ങനെ മുഖം മറച്ചു കഴിഞ്ഞാല്, ഒരു മഫ്ത ഇട്ട് കഴിഞ്ഞാല് ഔറത്ത് മറച്ചു എന്നാണ് പെണ്ണിന്റെ ധാരണ. പിന്നെ എവിടെയും പോകാ, ഏത് അങ്ങാടിയിലും പോകാ, ഏത് ബജാറിലും പോകാ എന്നാണ് ധാരണ. ഇല്ല ഇല്ല ഉമ്മമാരെ, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്ക്, അന്യ പുരുഷന്മാരെ മുന്നില് ശരീരം മുഴുവനും ഔറത്താണ് കേട്ടോ. ഔറത്ത് മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടാ. കല്യാണത്തിന്റെ ദിവസം നിങ്ങൾ നോക്കൂ, എത്രയെത്ര സ്ത്രീകളാണ് ഔറത്ത് മറക്കാതെ പരസ്യമായി നടക്കുന്നത്. അതുപോലെ തന്നെ അതാ അല്ലാഹ് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സഹോദരിമാരെ, അങ്ങനെയൊന്നും അത് അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളല്ല, ഒരിക്കലും തന്നെ അത് നല്ല സ്വഭാവങ്ങളല്ല. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല സ്വഭാവവും നല്ല ദീനീ ബോധമുള്ള സഹോദരിമാരായി മാറണം. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹ വരികയാണ്. ബാപ്പാന്റെ വീട്ടിലേക്ക് വരികയാണ്. അതാ വീട്ടിൽ വരുന്ന സമയത്ത് സഹോദരിമാരെ, നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോ, വീട്ടിൽ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ബാപ്പ പൊട്ടിക്കരയുകയാണ്. മകൾ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹ ബാപ്പയുടെ കരച്ചില് കണ്ടിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നു. എന്താണെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. ബാപ്പ വല്ലാത്ത കരച്ചിലാണ്, തങ്ങള് വല്ലാത്ത കരച്ചിലാണ്. ഇത് കണ്ടപ്പോ മകളും കണ്ടുകൊണ്ട് കരയുകയാണ്. മകളും കണ്ട് കരയുകയാണ്. കുറെ നേരം ബാപ്പയും മകളും ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട പിതാവേ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ, ലൈലത്തെ ഉസ്രിയ ബി റഅയ്തു നിസാഅൻ മിൻ ഉമ്മത്തി യുഅദ്ദബന ബിഅൻവാഇൽ അദാബ്. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ എനിക്ക് നരകം കാണിക്കപ്പെട്ടു മോളെ. ആ നരകത്തിൽ ഞാൻ ധാരാളം എന്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ ഞാൻ കണ്ടു. ആ നരകത്തിൽ ഞാൻ ഒരുപാട് എന്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ വ്യത്യസ്തങ്ങളായ ശിക്ഷകള് ശിക്ഷിക്കുന്നത്, അദാബ് നൽകുന്നത് ഞാൻ കണ്ടു മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ നിൽക്കുന്നു. എന്താണ് പിതാവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ, റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിശൈരിഹാ. അതേ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണിന്റെ ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു മോളെ. ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ തലയുടെ മുടി, ആ മുടി ഇങ്ങനെ നീളമായി നീണ്ടുവന്ന് ആ തലയുടെ മുടി കൊണ്ട് പെണ്ണിന്റെ കൈയും കാലും കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ ആ പെണ്ണിന്റെ തലച്ചോറിങ്ങനെ നരകത്തിന്റെ തീ കൊണ്ട് തിളക്കുകയാണ്. അവളിങ്ങനെ നിലവിളിക്കുന്നു, എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ. അവളിങ്ങനെ നിലവിളിക്കുകയാണ്. തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിടപ്പെട്ട് വല്ലാത്ത അദാബ് നരകത്തിൽ അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ, വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണ് ചെയ്ത കുറ്റം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ ശിക്ഷ എന്തെന്നറിയുമോ? റഅയ്തു ഇംറഅതൻ മുഅല്ലഖതൻ ബിലിസാനിഹാ വൽ ഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ. ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണിന്റെ നാവ്, ആ നാവിങ്ങനെ നീണ്ടുവന്ന് വളരെ നീളമുള്ള നാവാണ്. ആ നാവ് കൊണ്ട് കൈകാല് മുഴുവനും കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. വൽ ഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ. ഹമീം എന്ന നരകത്തിന്റെ വെള്ളം, ആ നരകത്തിലെ ചൂടാക്കപ്പെട്ട വെള്ളം അവളെ തൊണ്ടയിലേക്ക് ഒഴിക്കപ്പെടുന്നു. ശരീരമാസകലം കത്തിക്കരിഞ്ഞു പോകുന്നു. വീണ്ടും അല്ലാഹു ശരീരം കൊടുക്കുന്നു. വീണ്ടും അല്ലാഹു ഹമീം എന്ന വെള്ളം കുടിപ്പിക്കുന്നു. പിന്നെയും കരിഞ്ഞു പോകുന്നു. അങ്ങനെ നരകത്തിൽ ശിക്ഷ നൽകുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണിന്റെ 2 കാലുകൾ അതാ മുലയിലേക്കും 2 കൈകൾ തലയിലേക്കും വലിച്ചു കെട്ടപ്പെട്ടിരിക്കുന്നു. പാമ്പുകളും തേളുകളും അവളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ മലക്കുകൾ അവളെ ഇങ്ങനെ ഇരുമ്പിന്റെ ദണ്ടുകളെ കൊണ്ട് അടിക്കുകയാണ്, തീയിന്റെ ദണ്ടുകളെ കൊണ്ട് അടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതുപോലത്തെ വേറെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റഅയ്തും റഅതൻ റഅസുഹാ റഅസു ഹിമാർ ബദനുഹാ റഅസുഹാ റഅസു ഖിൻസീർ ബദനുഹാ ബദനു ഹിമാർ. അവളുടെ തല അത് പന്നിയുടെ തലയാണ്, ശരീരം കഴുതയുടെ ശരീരമാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെയും ഞാൻ നരകത്തിൽ കണ്ടു. വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു ഫീ സൂറത്തിൽ കൽബി, നായയുടെ കോലത്തിലാണ്. അവളുടെ വായിലൂടെ ഇങ്ങനെ തീ കിടക്കുന്നു, പിന്തുവാരത്തിലൂടെ തീ ഇങ്ങനെ പുറത്തു പോകുന്നു. ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ നരകത്തിൽ കണ്ടുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. അപ്പൊ ചോദിക്കുന്നു, യാ ഹബീബി വഖുറത ഐനി മാ കാന അമാലു ഹൗലായി ഹത്താ വഖഅ അലൈഹിന്നൽ അദാബ്. ഓ പ്രിയപ്പെട്ട പിതാവേ, ഈ പെണ്ണുങ്ങൾ സ്ത്രീകള് എന്ത് തെറ്റാ ചെയ്തത്? ഇതുപോലത്തെ ശിക്ഷ കിട്ടാൻ എന്ത് തെറ്റാണ് അവര് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത്, സഹോദരിമാരെ, ഉമ്മമാരെ നന്നായി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ പെണ്ണുങ്ങൾ ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? അതാ ഒരു പെണ്ണിന്റെ തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈകാല് കെട്ടപ്പെട്ട പെണ്ണെന്ന് പറഞ്ഞില്ലേ? ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? ലാ തുഅതി ശറഹാ മിനർ റിജാൽ. അന്യപുരുഷന്മാരെ മുന്നിൽ തല തുറന്ന് നടന്നവളാണ്, മുഖം തുറന്ന് നടന്നവളാണ്, ഔറത്തും തുറന്ന് നടന്നവളാണ്. അന്യപുരുഷന്മാരെ മുന്നിൽ ഔറത്തും തുറന്ന് നടക്കുന്ന പെണ്ണിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് അവളെ തലയിൽ തലച്ചോറിങ്ങനെ തളക്കുന്ന ഒരു വലിയ അദാബ് നരകത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, അത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് ഉമ്മമാരെ നമ്മൾ ആരും പെട്ടുപോകരുത്. അതുകൊണ്ട് ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങൾ പുറത്ത് കാണിക്കുന്ന ടൈറ്റ് ഫിറ്റ് ബുർഖയും നമുക്ക് വേണ്ട. കൈ തുറന്നുകൊണ്ട് നടക്കണ്ട, മുഖം തുറന്നുകൊണ്ട് നടക്കണ്ട. അന്യപുരുഷന്മാരെ കാണുന്ന രീതിയിൽ അങ്ങനെ നടക്കരുത്. അത് ഹറാമു തന്നെ, അതിലൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ പെൺമക്കൾ അങ്ങനെ പുറത്തു പോകാൻ അനുവദിച്ചുകൂടാ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരങ്ങനെ പുറത്തു നടക്കാൻ അനുവദിച്ചുകൂടാ. മുഖം ഫുള്ള് തുറന്ന് മറക്കാതെ, മുങ്കൈ മറക്കാതെ നമ്മുടെ ഉമ്മമാരെ പുറത്തേക്ക് വിട്ടുകൂടാ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് സഹോദരിമാരോട് വീണ്ടും പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ രണ്ടാമതൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞല്ലോ, നാവിങ്ങനെ നീണ്ടുവന്ന് കൈകാലുകളെ കെട്ടിയിടപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? ഭർത്താവിനെ വേദനിപ്പിച്ചവളാണ്, ഭർത്താവിനെ കുറ്റം പറഞ്ഞവളാണ്, ഭർത്താവിനെ ചീത്ത പറഞ്ഞവളാണ്, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചവളാണ്. ഭർത്താവിന് ഭാര്യയെ കൊണ്ട് ശല്യമുണ്ടോ? അങ്ങനെ ഒരു ഭർത്താവിന് അനുഭവമുണ്ടോ? അങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവളുടെ നാവിങ്ങനെ നീണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് അവളെ തൊണ്ടയിലേക്ക് ഹമീം എന്ന വെള്ളം ഒഴിക്കപ്പെടുന്ന വലിയ അദാബാണ് കേട്ടോ.
മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയുകയാണ്. രണ്ട് കാലുകൾ നെഞ്ഞിലേക്കും ഹൃദയത്തിലേക്കും കൈകൾ തലയിലേക്കും വലിച്ചു കെട്ടപ്പെട്ട പെണ്ണില്ലേ, അവൾ ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? ഭർത്താവിന്റെ വിരിപ്പിൽ അന്യപുരുഷനെ കിടത്തിയവളാണ്. ഭർത്താവിന്റെ വിരിപ്പിൽ അന്യപുരുഷനെ കിടത്തിയ പെണ്ണാണവള്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പിന്നെ ഒരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ മറ്റൊരു പെണ്ണ് രണ്ട് കൈകൾ നെഞ്ഞിലേക്കും കാലുകൾ ഹൃദയം നെഞ്ഞിലേക്കും കൈകൾ തലയിലേക്കും കെട്ടിയിടപ്പെട്ട് പാമ്പുകളും തേളുകളും കുത്തുന്ന പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈദ് വതസ്തഹ്സിഹു ബിസ്സലാ. ജനാബത്തുണ്ടായാൽ അവള് കുളിച്ച് നിസ്കരിക്കുന്നില്ല, ഹൈല് നിന്നാൾ അവള് കുളിച്ച് നിസ്കരിക്കുന്നില്ല. ഭർത്താവിന്റെ കൂടെ രാത്രി സമയത്ത് അതാ പരസ്പരം ബന്ധപ്പെട്ടവരാണ്, പക്ഷേ രാവിലെ എഴുന്നേറ്റ് അവര് കുളിച്ച് നിസ്കരിക്കുന്നില്ല. തണുപ്പിന്റെ പേരിൽ മടിച്ചു നിൽക്കുകയാണ്. നിസ്കാരമെന്ന് പറഞ്ഞാൽ അവൾക്ക് കളിയാണ്. തോന്നുമ്പോ നിസ്കരിക്കുന്നു, അവൾക്ക് സമയമുണ്ടോ നിസ്കാരാണ്. പൊരന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം നിസ്കാരാണ്, അല്ലെങ്കിൽ അതും ഖളായാണ്. ഇങ്ങനെ തോന്നുമ്പോ നിസ്കരിക്കുന്ന, അതേ നിസ്കാരം കൊണ്ട് കളിക്കുന്ന പെണ്ണേ, നിനക്ക് തോന്നുമ്പോ നിസ്കരിക്കുന്ന സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ നരകത്തിലതാ രണ്ട് കാലുകൾ ഹൃദയത്തിലേക്കും കൈകൾ തലയിലേക്കും വലിച്ചു കെട്ടിയിട്ട് പാമ്പുകളും തേളുകളും കുത്തുകയാണ്. എങ്ങനത്തെ പാമ്പുകളെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അതിൽ ഒരു പാമ്പങ്ങാലും ദുനിയാവിൽ വന്നിട്ട് ഒരു ഊത്തങ്ങ് ഊതിയാൽ മാ അംബതത് ഖദിറാ, ഒരു പച്ചയും വളച്ചു പോകൂല. അത്രയും വിഷമേറിയ പാമ്പുകളാണ് നരകത്തിലും ഖബറിലുമുള്ള പാമ്പുകൾ. ആ പാമ്പുകൾ കുത്തും കേട്ടോ. നിസ്കാരം കൊണ്ട് കളിവേണ്ട ഉമ്മമാരെ, നിസ്കാരം കൊണ്ട് കളിക്കേണ്ട സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരം പോലും ജീവിതത്തിൽ ഒഴിവായി പോയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പന്നിയുടെ തലയും കഴുതയുടെ ഉടലുമുള്ള ഒരു പെണ്ണിനെ കണ്ടുവെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? കാനത്ത് ഹസാദാ, ചതിയുള്ള പെണ്ണാണ്, അസൂയുള്ള പെണ്ണാണ് അവള് കേട്ടോ. പരസ്പരം അസൂയ ഉള്ളവളാണ്. മറ്റൊരുത്തിയെ കാണുമ്പോ ഇവൾക്ക് അസൂയയാണ്, മറ്റൊരുത്തിയെ കാണുമ്പോ അവളുടെ സൗന്ദര്യവും അവളുടെ അനുഗ്രഹവും ഒക്കെ കാണുമ്പോ ഇവൾക്ക് ചതിയാണ്. അങ്ങനെ ചതി കാണിക്കുന്ന പെണ്ണേ, നമ്മാമാ, നമീമത്ത് പറയുന്ന പെണ്ണേ, നായുടെ കോലത്തിലാണ് സ്വർഗത്തിൽ, നരകത്തിൽ നായുടെ രൂപത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ വൈലു ലിൽ മറാത്തി തഅസീ സൗജഹാ, ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണിന് നാശമാണ് കേട്ടോ. അതുകൊണ്ട് സഹോദരിമാരെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന്റെ പേരിൽ ഒരു നേരത്തെ നിസ്കാരം വന്നും കളഞ്ഞുകൂടാ, ജീവിതത്തിൽ ഒഴിവാക്കിക്കൂടാ. വിവാഹത്തിന്റെ പേരിൽ തോന്നിവാസ ജീവിതം നമുക്ക് വേണ്ട, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം വേണ്ട, അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം വേണ്ട, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ഒഴിവാക്കണം. ഫാഷനും പരിഷ്കാരവും വലിച്ചെറിയണം. അതൊന്നും നിലനിൽക്കുന്നതല്ല, അതൊക്കെ അവസാനിക്കുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്, ഖബറിൽ ചെല്ലേണ്ടവരാണ് കേട്ടോ. ആ ഖബറിൽ കിടക്കേണ്ടവരാണ്. നമ്മുടെ ബാപ്പമാര് ഖബറിൽ പോയില്ലേ, ഉമ്മമാര് ഖബറിൽ കിടന്നില്ലേ, ഉമ്മമാരും ഉപ്പാപ്പമാരും ഖബറിൽ കിടക്കുന്നില്ലേ? സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഖബറിലതാ
തിരിയാനും മറിയാനും ചെരിയാനും പറ്റാത്ത ഇരുട്ടുള്ള ഖബർ. അതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലാ റഅയ്തു അലാ ബാബിൽ ജന്നത്തി മഖ്ദൂബൻ ബിസ്മി ഉസ്മാൻ. സ്വർഗ്ഗത്തിന്റെ വാതിലിൽ ഞാൻ ഉസ്മാനിന്റെ പേര് എഴുതിയത് കണ്ടിട്ടുണ്ട്. വറഫീഖി ഫിൽ ജന്ന. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞില്ലേ? ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടുപോയാൽ പൊട്ടി പൊട്ടി കരയുകയാണ്. കരച്ചില് തന്നെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ആ ഖബർ കാണുമ്പോ പൊട്ടിക്കരഞ്ഞുപോയി മഹാരഥന്മാർ, പൊട്ടിക്കരഞ്ഞുപോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാരെ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, നരകത്തെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ കരയാറില്ലല്ലോ, അദാബുകളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ കരയാറില്ലല്ലോ, ഈ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് പറയുന്നു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ സ്ഥലമാണ് ഖബർ. ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോ അതിന്റെ അപ്പുറം മുഴുവനും അവൻ രക്ഷപ്പെട്ടു പോയി. ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടുപോയോ അതിന്റെ അപ്പുറം മുഴുവനും പരാജയം തന്നെ. അതുകൊണ്ട് മോമിനീങ്ങളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ, ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം. അവിടെ സമാധാനം വേണം. അതിന് ഒരേ ഒരു കാര്യമുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. കൃത്യമായി 5 നേരം നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരം പോലും ഒഴിവാക്കിക്കൂടാ. അതുപോലെ തന്നെ ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് കഴിവിന്റെ പരമാവധി ചൊല്ലണം. നല്ല നിലക്ക് ജീവിക്കണം. കുടുംബത്തോട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കണം. അതുപോലെ തന്നെ സൽസ്വഭാവത്തിനായി ജീവിക്കണം. നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കണം. ആ നിലക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലി ഹറാമിൽ നിന്ന് ദൂരെ നിന്ന് നല്ല നിലക്കുള്ള ജീവിതം. ചെറുപ്പക്കാരെ, ഖബറിൽ കടക്കണമെന്നുള്ള ബോധം വേണം. ഇന്നല്ലെങ്കിൽ നാളെ ഖബറിൽ കടക്കുമെന്ന ബോധം വേണം. എത്ര ചെറുപ്പക്കാരെ പെട്ടെന്ന് അപകടത്തിൽ പെട്ട് മരിക്കുന്നു, ആക്സിഡന്റിൽ പെട്ടി മരിക്കുന്നത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ, അറിയുന്നില്ലേ? മരണത്തിന് കൃത്യമായ സമയമില്ലല്ലോ. ഏത് സമയത്തും മരണം സംഭവിക്കാം. ഖബറിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈമാനോടെ ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ.